കോതമംഗലത്ത് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ച സംഭവം ഏവരെയും ഓർമ്മിപ്പിക്കുന്നത് ഹെൽമറ്റിന്റെ അനിവാര്യതയെക്കുറിച്ചാണ്. ആ അപകടത്തിന് ശേഷം എവിടെ പോയാലും ഹെൽമറ്റ് വയ്ക്കുക പതിവാക്കി എന്ന് പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ എറണാകുളത്ത് മിക്ക മേഖലകളിലും ഹെൽമറ്റുകൾ ഇല്ലാതെയാണ് പലരും ടൂ വീലറുകളിൽ പറക്കുന്നത് എന്നത് വ്യക്തമാണ്. ക്യാമറകളുടെ നിരീക്ഷണമല്ലാതെ പോലീസ് പരിശോധനകൾ കാര്യമായി ഇല്ല എന്ന് റോഡ് സേഫ്റ്റി വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോതമംഗലം മടിയൂരിൽ അപകടമുണ്ടായ അതേ സ്ഥലത്താണ്. വാഹനങ്ങൾ വലിയ വേഗതയിലൊന്നും ആയിരുന്നില്ല. പക്ഷേ ഒരു ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്. ഹെൽമറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു. മരണകാരണമാകേണ്ട ഒരു അപകടമായിരുന്നില്ല. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരാളാണ് നഷ്ടപ്പെട്ടു പോയത്. ആ വാഹനത്തിൽ തന്നെ ഹെൽമറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹെൽമറ്റ് ഊരി താഴെ വെച്ചിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അതിൽ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് തെറിച്ചു പോകണത് ഞാൻ കണ്ടു. അപ്പോൾ തന്നെ ഒരുപാട് രക്തം ഇവിടെ പോയി ആ സൈഡിലിരുത്തി അടുത്തുള്ള കാലത്ത് സെൻട്രൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് കാണിച്ച് സ്റ്റിച്ചിട്ടൊക്കെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴേക്കാണ് ഇങ്ങനെ ഛർദിൽ തുടങ്ങി, ഇങ്ങനെ വേറെ കൊണ്ടുപോകാൻ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ ഏത് വഴിക്ക് നടക്കുകയാണെങ്കിലും ഹെൽമെറ്റ് വയ്ക്കാതെ നടക്കില്ല. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഹെൽമെറ്റ് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മുന്നിലും പിന്നിലും ഹെൽമറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും പലരും അത് ഒഴിവാക്കുന്നു. പോലീസിന് മുന്നിലൂടെയും ഒരു കൂസലുമില്ലാതെ പായുന്നു. ക്യാമറയുള്ള സ്ഥലത്ത് നിയമം പാലിക്കാൻ ഒരല്പം ശ്രദ്ധ, അത് കഴിഞ്ഞാൽ തീർന്നു. എന്നാൽ ഹെൽമറ്റ് കൃത്യമായി ധരിച്ച് നിയമം പാലിച്ച് യാത്ര ചെയ്യുന്നവരെയും കണ്ടു. ഹെൽമറ്റ് വയ്ക്കാത്തത് മൂലം അപകടങ്ങളിൽ മരണനിരക്ക് ഏറുകയാണെന്ന് റോഡ് സുരക്ഷാ വിദഗ്ധർ പറയുന്നു. അങ്കമാലി മലയാറ്റൂർ റോഡ് BMC ചെയ്ത നല്ല സ്മൂത്ത് റോഡാണ്. അപ്പോൾ 3 പയ്യന്മാർ സ്പോർട്സ് ബൈക്കിൽ ഓരോരുത്തരും സ്പീഡ് എത്ര പോകുമെന്ന് അളക്കുമായിരുന്നു. സ്പീഡോമീറ്ററെ മാത്രം നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചു. അത് പോയിട്ടൊരു പോസ്റ്റുമേ, അത് സത്യം പറഞ്ഞാൽ ഫിസിക്കൽ പ്രൊജക്ഷൻ ആ പോസ്റ്റ് റോഡിലേക്ക് അല്പം തള്ളി നിൽക്കുമായിരുന്നു. അതുമേ പോയി ഇടിച്ചിട്ട് 3 പേരുടെയും സ്കള്ള് പൊട്ടി, ബ്രെയിനെല്ലാം വെളി വന്നു. ഹെൽമെറ്റ് 3 പേർക്കും ഇല്ലായിരുന്നു. സുരക്ഷാബോധം നമുക്ക് കൈക്കൊള്ളാനോ പഠിക്കാനോ നമുക്ക് താല്പര്യമില്ല. പോലീസിന്റെ എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ കാര്യമായിട്ട് റോഡിൽ കാണുന്നില്ല. റോഡിന്റെ ശോചിയാവസ്ഥയടക്കം അപകടങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതുണ്ട്. കുഴിയിൽ വീണ് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നു. എൻഫോഴ്സ്മെന്റ് ശക്തമാകാത്തത് മൂലം പിടിവീഴുന്നത് കുറവാണെന്ന് ആശ്വസിക്കുകയല്ല വേണ്ടത്. മറിച്ച് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുള്ള സുരക്ഷിത യാത്രയ്ക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്. ക്യാമറമാൻ ബിനു തോമസിനും മുനേഷിനുമൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.